മിനി നമ്പ്യാരുടെ വെടിവയ്പ് അത് വല്ലാത്ത രീതിയിലേക്ക് കുഴഞ്ഞു മറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ മിനി നമ്പ്യാരുടെ വെടിക്കഥ കേട്ട് മിനി നമ്പ്യാരല്ല വെടിവെച്ചത്. ആ സന്തോഷ് എന്ന സന്തോഷം എന്ന് പറഞ്ഞ കാമുകൻ. പക്ഷെ ആ. മിനി നമ്പ്യാരുടെ വെടിക്കഥ കേട്ട് പോലീസ് വരെ അതെ ഞെട്ടിയിരിക്കുകയാണ്. അതെ അതെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അല്ല, ഇതിലൊരുപാട് കള്ളത്തരങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ പുതുതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കെ രാധാകൃഷ്ണൻ, അതായത് മിനി നമ്പ്യാരുടെ ഭർത്താവ് കെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച കേസിൽ ഭാര്യ മിനി നമ്പ്യാരുടെ ഗൂഢാലോചനയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഫോൺ പോലീസ് ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. രാധാകൃഷ്ണനെ കൊല്ലുമെന്ന് സന്തോഷ് പലതവണ മിനിയെ അറിയിച്ചിട്ടും ഇത് തടയാനോ രാധാകൃഷ്ണൻ്റെ ശ്രദ്ധയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് നിർണായകമായത്. അതായത് കൊലപാതകം നടന്ന മാർച്ച് 20-ന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് മനസ്സിലായത്. ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പലതവണ ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിൽ വഴക്കും ഉണ്ടായിട്ടുണ്ട്. വലിയ ശകാരവും ഇവർ തമ്മിൽ വീട്ടിലുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെടിവെച്ച് കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന മിനി നമ്പ്യാർ വന്നില്ല. അതായത് ഈ രാധാകൃഷ്ണൻ ഈ ബന്ധത്തിൻ്റെ പേരിൽ ഭാര്യയെ ശകാരിച്ചിരുന്നു. അവരുടെ വെടിയൊച്ച കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന മിനി നമ്പ്യാർ വന്നില്ല. അതൊരു വലിയ ഇതാണ്. കാരണം മിനി നമ്പ്യാർക്ക് അറിയാമായിരുന്നു ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതായത് ഒരു വർഷം മുൻപ് ഫേസ്ബുക്കിൽ വന്ന കുറിപ്പിന് പ്രതി സന്തോഷ് അഭിപ്രായം രേഖപ്പെടുത്തി. ഇതിന് മിനി ലൈക്ക് നൽകുകയുണ്ടായി. ഇരുവരും പരിചയമാകുന്നത് ഈ ലൈക്കിലൂടെയാണ് ഇരുവരും പരിചയമാകുന്നത്. അതായത് കോളേജിലെ റീയൂണിയൻ ഒന്നുമല്ല. അതായത് സഹപാഠികളാണെന്ന്, ഇരുവരും സഹപാഠികളാണെന്ന് ആണ് ഭർത്താവ് രാധാകൃഷ്ണനോടും വീട്ടുകാരോടും കളവ് പറഞ്ഞത്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പലവണ ചോദ്യം ചെയ്ത് ഇതിൽ ഫേസ്ബുക്കിൽ വന്ന ഒരു വർഷം മുമ്പ് ഫേസ്ബുക്കിൽ വന്ന കുറിപ്പിന് പ്രതി സന്തോഷ് അഭിപ്രായം രേഖപ്പെടുത്തുകയായിരുന്നു. അതായത് മിനി നമ്പ്യാർ ഇട്ടൊരു പോസ്റ്റിന് സന്തോഷ് അഭിപ്രായം രേഖപ്പെടുത്തി. ഇതിന് മിനി ലൈക്ക് നൽകിക്കൊണ്ടാണ് ഇവരുടെ ബന്ധം പരിചയമായി തീരുന്നത്. വെറും ഒരു ഫേസ്ബുക്ക് കമൻറ്റിലൂടെ വന്ന ഒരു പരിചയമാണ്. അല്ലാതെ ഇവർ തമ്മിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘമോ പണ്ട് ഒരുമിച്ച് പഠിച്ചവരോ ഒന്നും തന്നെയല്ല. അപ്പം സഹപാഠി ബന്ധത്തിൻ്റെ കളവ് പറഞ്ഞ് പുതിയ വീട് നിർമ്മിക്കാനുള്ള ചുമതലയാണ് സന്തോഷിന് നൽകിയത്. ഇവർ ഒരുമിച്ച് പഠിച്ചില്ലെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന. അപ്പോൾ ഈ മിനി നമ്പ്യാർ ഭയങ്കര കളവാണ് പറഞ്ഞത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും സന്തോഷിനെ പരിചയപ്പെട്ടത് എന്നടക്കമുള്ള കളവാണ് പോലീസ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത്. മാർച്ച് 20-ന് വൈകിട്ടാണ് കൈതപ്പുറത്ത് പുതുതായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ച് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിക്കുന്നത്. മാർച്ച് 20-ന്. ആ ദിവസം തന്നെ പ്രതി സന്തോഷിനെ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. വെടിവെക്കാൻ ഉപയോഗിച്ച് തോക്ക് കൊലപാതകം നടന്ന വീടിന് സമീപം മിനി നമ്പ്യാർ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നാണ് പിന്നീട് കണ്ടെത്തിയത്. സന്തോഷിന് തോക്ക് നൽകിയ സിജോ ജോസഫിനെ 2 ആഴ്ച മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യാനായി പരിയാരം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് മിനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിനി നമ്പ്യാർ ഗൂഢാലോചന പങ്കെടുത്തിട്ടുണ്ടോ? മിനി നമ്പ്യാർക്ക് അറിയാമല്ലോ. മിനി നമ്പ്യാർ വെടിവെക്കാനായിട്ട് ആ സമയത്ത് വെടിവെച്ച് കേൾക്കുന്ന സമയത്ത് മിനി നമ്പ്യാർ തൊട്ടിപ്പുറത്തുള്ള വീട്ടിലുണ്ട്. അതുമാത്രമല്ല തൻ്റെ ഭർത്താവാണ് വെടിയേറ്റ് മരിക്കുന്നതെന്ന് മിനി നമ്പ്യാർക്ക് അറിയാമായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ അവരുടെ ഒരു അടുപ്പമാണ് ഭർത്താവിനെ കൊല്ലാൻ കാമുകനെ കൊണ്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത്. സന്തോഷ് അവിവാഹിതനാണ്. അയാൾ പലതവണ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴും മിനി നമ്പ്യാർ അതിനൊന്നും ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മിനിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവം ഇവർ സഹപാഠികളൊന്നും അല്ലായിരുന്നു. പയ്യന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മിനി നമ്പ്യാരെ റിമാൻഡ് ചെയ്തു. ദീർഘകാലമായി മിനി നമ്പ്യാർ പ്രതി സന്തോഷുമായി അടുപ്പത്തിലായിരുന്നു. ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത, അല്ലാതെ പൂർവ്വ വിദ്യാർത്ഥി അല്ല. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. മിനിയുടെയും സന്തോഷിൻ്റെയും ഇടപെടലിൽ സംശയം തോന്നിയ രാധാകൃഷ്ണൻ മിനിയുമായി വാക്കുതർക്കമുണ്ടായി. അതായത് ഭർത്താവിന് സംശയം തോന്നി. തുടർന്ന് മിനി അമ്മയുടെ കൂടെ കൈതപ്പുറത്ത് വാടക വീട്ടിൽ താമസമാക്കി. ഈ വീട്ടിൽ പോലും പലപ്പോഴും സന്തോഷ് എത്താറുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. അപ്പോൾ ഈ അമ്മയും ചിലപ്പോൾ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ വീടിനടുത്താണ് രാധാകൃഷ്ണൻ വീട് വെച്ചിരുന്നത്. ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറും BJP പ്രാദേശിക നേതാവുമായിരുന്ന കെ രാധാകൃഷ്ണൻ, അയാൾ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ, പെട്ടിയാട്ടോ ഡ്രൈവറായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ BJPയുടെ പ്രാദേശിക നേതാവുമായിരുന്നു കെ രാധാകൃഷ്ണൻ. മിനി നമ്പ്യാർ BJP മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ്. കൊലപാതകത്തിന് പിന്നാലെ തന്നെ മദ്യലഹരിയിലായിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലാണ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. തുടർന്ന് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിൻ്റെ കാരണം മനസ്സിലായത്. ചാറ്റുകളും വാട്സാപ്പ് കോളുകളും അത് ശാസ്ത്രീയമായി തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയ ഒരു കാര്യം പ്രധാനമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവർ തമ്മിൽ പറഞ്ഞതെല്ലാം കളവായിരുന്നു. ഇവർ ഒരുമിച്ച് കുട്ടിക്കാലത്ത് പഠിച്ചതാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ വീണ്ടും ആ പരിചയം പുതുക്കി ഇയാൾ വീട് വയ്ക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവിനെ, രാധാകൃഷ്ണനെ
പറഞ്ഞു പറ്റിച്ചാണ് ഇയാൾ സഹായിയായി ഒപ്പം കൂടിയത്. പക്ഷേ ഇവരുടെ അടുപ്പം വീണ്ടും കൂടി വരികയും മറ്റ് ബന്ധങ്ങളിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ രാധാകൃഷ്ണൻ അത് കണ്ടെത്തി ഇവരെ വഴക്ക് പറയുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ സന്തോഷ് തിരിച്ച് മിനി നമ്പ്യാരടുത്ത് പറഞ്ഞ് അയാളെ ഞാൻ കൊല്ലും, ഇങ്ങനെ വന്നാൽ വെച്ചേക്കില്ല, വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴും മിനി നമ്പ്യാർ അതിന് വലിയ പ്രതികരണമൊന്നും നടത്തിയില്ല, കുഴപ്പമില്ലെന്നുള്ളൊരു സമീപനമാണ്. തമാശയ്ക്ക് പറയുന്നതായിരിക്കും. അല്ല, തമാശയ്ക്ക് പറയുന്നതാണെന്ന് ഒരിക്കലും വിചാരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ വെടിവെക്കുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വെടിവെച്ച് കേട്ടിട്ടും ഇത് തൊട്ടടുത്തുണ്ടായിരുന്ന മിനി നമ്പ്യാർ അനങ്ങിയില്ല. അതിൻ്റെ അർത്ഥം അവർക്കറിയാമായിരുന്നു വെടിവെച്ച് കൊല്ലുന്നത് തൻ്റെ ഭർത്താവാണ് കൊലപ്പെടുന്നതെന്നും അവർക്കറിയാമായിരുന്നതാണ് മനസ്സിലാക്കുക. അത് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തിക്കാൻ പറ്റുമോ? ഈ നിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എനിക്കങ്ങനെ ഇതാണ് ഈ വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോകും അല്ലേ. നമുക്കൊരാളുമായിട്ട് ഇപ്പൊ നിർബന്ധിച്ച് രാധാകൃഷ്ണനോട് ജീവിക്കാൻ മിനിയോട് ആരെങ്കിലും പറയുമോ? ഇല്ല. അവർക്ക് സന്തോഷിന്റെ കൂടെയാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ ആരും ആരെയും നിർബന്ധിച്ച് നിർത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. ഇപ്പൊ നിർബന്ധിച്ച് ഇതുപോലെ അയാളെ കൂടെ പോണ്ട എന്ന് പറഞ്ഞതിലാണ് ഇയാളെ കൊന്നു കളഞ്ഞത്. അതുപോലെ എത്രയോ കുടുംബങ്ങൾ അപ്പം താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൊലപാതകത്തിന് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക, അമ്മായിയെ കൊലപ്പെടുത്തുക, ഈ അനുശാന്തി, അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവം. കണ്ണൂർ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, കടലിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പാറയിലടിച്ചു കൊന്നു. അങ്ങനെയൊക്കെയുള്ള. പിന്നെ രണ്ടാം അച്ഛൻ തൊടുപുഴയിൽ ഒരു കൊച്ചിനെ വലിയ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്നു, അമ്മയും കൂടെ അതിന് കൂട്ടുനിന്നു എന്നൊക്കെ. അപ്പൊ പക്ഷെ ഇവരിത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അവർക്ക് ജാമ്യത്തിൽ ഇറങ്ങും. അത് കഴിയുമ്പോ പിന്നെ കേസ് നേരിട്ടാൽ മതിയല്ലോ. കേസ് തെളിയണത് വരെ ഇതങ്ങ് പൊക്കോണ്ടിരിക്കും. ഇതില് കേസിന് ആരെങ്കിലും ഇപ്പം രാധാകൃഷ്ണന്റെ വീട്ടുകാർ അത്രയും ശക്തരായി ബാധിക്കാനൊക്കെ നിന്നാലല്ലേ ഇത് മുന്നോട്ട് പോകും. അതുവരെയൊക്കെ ഇത് അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങും, പരോളിലിറങ്ങും, ഇവരൊരുമിച്ച് കാണും, ഒരുമിച്ച് ജീവിക്കും. കുറെ നാൾ കഴിയുമ്പോൾ കേസ് 10 വർഷമൊക്കെ അല്ലേ ഉള്ളൂ. 10 വർഷമൊക്കെ മിനി നമ്പ്യാരൊക്കെ അധികം പ്രായമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് 10 വർഷമൊക്കെ പെട്ടെന്ന് കഴിയും. ഏതോ ഒരു പ്രതി ആയ ഒരു സ്ത്രീ പറഞ്ഞതാണ് 10 വർഷമല്ലേ ഉള്ളത്, ഞാൻ കിടന്നോളാം, അത് കഴിയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ജീവിക്കാം. ഗ്രീഷ്മ പറഞ്ഞതാ. കഷായത്തിൽ എനിക്ക് 32 വയസ്സാകുമ്പോൾ ഞാൻ ഇറങ്ങും, അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ജീവിച്ചോളാം. ഇതൊക്കെ ഒരു വല്ലാത്ത ഈ എൻ്റെ ഒരു ഫ്രണ്ട് കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ത്രീയായിട്ട്, കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ള സ്ത്രീയുമായിട്ട് പരസ്ത്രീ ബന്ധത്തിന് പോയി. ഈ കല്യാണം കഴിഞ്ഞ പെങ്കൊച്ചൊരു ഒരു മാസം എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ ഇത് അറിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഇയാൾ സത്യം മണിമൂല പറയുന്നു. ഈ കല്യാണം കഴിഞ്ഞ് 10ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും കൊണ്ട് ഒരു ഹോട്ടൽ റൂം എടുത്തിരുന്നു. അതിന് മുന്നേ ഈ സ്ത്രീയായിട്ട് 3 വർഷത്തോളമായി ഈ സ്ത്രീയായിട്ട് ബന്ധം സ്ഥാപിച്ചു. അവരുടെ ഭർത്താവ് ഇപ്പോൾ നന്നായിട്ട് നോക്കുന്നുണ്ട്, 2 മക്കളും ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇവനോടൊപ്പം വന്നു. ഇവർ നമ്മൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ അവളുടെ ജീവിതം സേഫായി. കാരണം അവളെ വീട്ടിൽ ചെന്നത് അറിയിക്കാനോ അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കാനോ ഈ പെൺകുട്ടി ശ്രമിച്ചില്ല. അവളെ എങ്ങനെയും കളഞ്ഞിട്ട് അവളെ വഴിക്കങ്ങ് പോയി. അവളെ കാര്യം നോക്കി ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നശിച്ചത് അവരുടെ 2പേരുടെയും ജീവിതമല്ല, ഒന്നും അറിയാതെ പോയ ഈ പാവത്തിന്റെ ജീവിതമാണ്. അപ്പൊ അങ്ങനെയും കുറെ എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വേണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ല ഒരുമിച്ച് ജീവിക്കാൻ, നമ്മൾ നമ്മുടെ വഴി തേടി പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ മഞ്ജു പിള്ള, മറ്റേ ലക്ഷ്മി പ്രിയ, ഇവരൊക്കെ കണ്ടില്ലേ, മഞ്ജു വാര്യർ, എത്ര ആളുകൾ അവരെ വഴി നോക്കി അവർ വന്ന് പിന്നെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താനോ കൊല്ലാനോ കൊലവിളി നടത്താനോ ആരും പോകുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇതൊക്കെ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.